കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ TM ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ കുട്ടികൾക്ക് പഠനോപകരണം വിതരണം ചെയ്തു. മധൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അനിൽകുമാർ പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ അധ്യയന വർഷത്തിലും TM ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ജില്ലയിലെ നിർധനരായ KFB അംഗങ്ങളുടെ സ്കൂൾ വിദ്യാർത്ഥികളായ കുട്ടികൾക്ക് പഠനോപകരണം വിതരണം ചെയ്തു. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം മധൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അനിൽകുമാർ നിർവഹിച്ചു. KFB ജില്ലാ പ്രസിഡന്റ് സതീശൻ വേവിഞ്ച ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇന്നിവിടെ നടന്നത് ഈ കാഴ്ചയില്ലാത്തവരുടെ മക്കൾക്ക് ഒരു പഠനോപകരണ വിതരണമാണ്. കാരണം സാധാരണ എല്ലാവരും സ്കൂള് തുറക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ഈ വിലക്കയറ്റം ഈ പുതിയ സാഹചര്യത്തിൽ എല്ലാവർക്കും ഒരു കീശ കാലിയാന്നൊരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ കേവലം ഒരു പെൻഷനിൽ മാത്രം ജീവിക്കുന്ന കാഴ്ചയില്ലാത്തവരുടെ മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കേണ്ടത് ഞങ്ങളുടെ കൂടി ഒരു ഉത്തരവാദിത്തമായി ഞാൻ കരുതുന്നു. അതിൻ്റെ ഭാഗമായി ഈ TM ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സഹായത്തോടു കൂടി കാഴ്ചയില്ലാത്തവരുടെ മക്കൾക്കുള്ള പഠനോപകരണ വിതരണമാണ് ഇവിടെ നടന്നത്. കൂടാതെ ഞങ്ങൾ റമളാൻ കാലത്ത് റമളാൻ കിറ്റ്, ഓണത്തിൻ്റെ സമയത്ത് ഓണക്കിറ്റ്, ക്രിസ്മസ് പ്രോഗ്രാം ഉൾപ്പെടെ കാഴ്ചയില്ലാത്തവരുടെ സമഗ്രമായ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ പ്രിൻ്റ് ഡിസേബിൾഡ് ആയിട്ടുള്ള, അതായത് വായനാ പരിമിതിയുള്ള ആളുകൾക്ക് ഞങ്ങൾ പുസ്തകങ്ങൾ ഓഡിയോ രൂപത്തിൽ നിർമ്മിച്ചു കൊടുത്ത് അവരെ ഒരു വായനയിലേക്ക്, ഒരു പ്രകാശപൂർണമായ ലോകത്തേക്ക് കൂടി ഞങ്ങൾക്ക് കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് നഗരത്തിലെ പ്രമുഖ സന്നദ്ധ സംഘടനയായ TM ചാരിറ്റബിൾ ട്രസ്റ്റാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ മാതൃകാപരമായ പ്രവർത്തനം നടത്തിവരുന്നത്. 15 വർഷം മുമ്പ് ആരംഭിച്ച TM ചാരിറ്റബിൾ ട്രസ്റ്റ് വിവിധ മേഖലകളിൽ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന കൂട്ടായ്മയാണെന്ന് ട്രസ്റ്റ് ചെയർമാൻ അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. TM ചാരിറ്റി നിർമ്മിതത്തേക്ക് ഒരു 10-15 കൊല്ലം മുമ്പായിട്ട് കാസർഗോഡ് നിന്ന് തുടങ്ങിയ ഒരു ചാരിറ്റിയാണ്. ട്രെയിനിൽ യാത്ര ചെയ്ത ഒരു 10-15 ആൾക്കാരുടെ മനസ്സിൽ വിരിഞ്ഞ ഒരു കൂട്ടായ്മയാണ് ട്രെയിൻ മാറ്റ്സ് ആണ്. TM ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ എൻ്റെ ഫുൾ ഫോം ട്രെയിൻ മാറ്റ്സ്. അപ്പോൾ അതിൻ്റെ സാരഥിയായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്ന് കണ്ടപ്പോഴത്തേക്ക് ഉള്ള വിഷമം തോന്നി. കാഴ്ചയില്ലാത്ത ഇതായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ വിഷമം തോന്നി. അപ്പോൾ നമ്മളാണ് ഇപ്പോൾ ഈ ചാരിറ്റിയിൽ ഇതിലേക്ക് കിറ്റ് പഠനോപകരണം ഇത് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് ഇയർ ഇതിനേക്കാളും ഒന്ന് ഉഷാറായിട്ട് ചെയ്യണമെന്നുള്ള ഒരു ഓഫർ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. KFB ജില്ലാ ജോയിന്റ് സെക്രട്ടറി ദേവി കിരൺ, കാഞ്ഞങ്ങാട് താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് ബാലകൃഷ്ണൻ മടിക്കൈ തുടങ്ങിയവർ സംസാരിച്ചു. KFB ജില്ലാ സെക്രട്ടറി CH നാരായണൻ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി വൃന്ദ PR നന്ദിയും പറഞ്ഞു. KFB അംഗങ്ങളായ 7ഓളം പേർ ചേർന്ന് ഒരു വർഷം മുമ്പ് സാന്ത്വനം അയൽക്കൂട്ടം എന്ന സംരംഭം രൂപീകരിച്ച് മധൂർ പരിമളം എന്ന പേരിൽ ചന്ദനത്തിരി നിർമ്മിച്ച് വിറ്റുവരിക വഴി ഇവർക്ക് ഒരു ഉപജീവനമായിരിക്കുകയാണ്. സംരംഭം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി പുതുതായി പ്രകൃതിദത്തമായ കൊതുകുതിരി, സോപ്പ് പാക്കിംഗ് എന്നിവ കൂടി തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്നതായി KFB സാരഥികൾ പറഞ്ഞു. അതായത് മധൂർ പരിമളം എന്നൊരു മൈക്രോ എൻ്റർപ്രൈസ് യൂണിറ്റ് എന്ന പേരിൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കീഴിൽ നമ്മളൊരു അഗർബത്തി ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട്, കഴിഞ്ഞ 2025 ജനുവരിയിലാണ് അതിൻ്റെ ലോഞ്ചിങ് നടന്നത്. അതിപ്പോഴും വളരെ നല്ല നിലയിൽ പുരോഗമിച്ചു വരുന്നു. അതുകൂടാതെ നമ്മൾ ഇപ്രാവശ്യം വേറൊരു ബ്രാൻഡ് കൂടി ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അഗർബത്തി തന്നെ ഒരു കൊതുകുതിരി, ഒരു നാച്ചുറൽ കൊതുകുതിരിയായിട്ട് നമ്മൾ ഇറക്കാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ പണി നടക്കുകയാണ്. അതുകൂടാതെ നമ്മൾ സോപ്പ് പാക്കിംഗ് യൂണിറ്റ് കൂടി ആരംഭിക്കേണ്ട ഒരു ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. അതിൻ്റെയും പ്രവർത്തനം നടന്നു വരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.